പേടിപ്പിച്ച് ചാടിച്ചോ ചർച്ച തുടരാം. സുനിൽ എന്താണ് തോന്നുന്നത്? പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞൊരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു വാഷിംഗ് മെഷീൻ കഥയാണ്. അതായത് BJPയുടെ കയ്യിൽ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. ആ വാഷിംഗ് മെഷീന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഴിമതി ആരോപണം നേരിടുന്ന അല്ലെങ്കിൽ അഴിമതി കേസുകൾ നേരിടുന്ന പ്രതിപക്ഷ നേതാക്കൾ BJPയിലേക്ക് എത്തിയാൽ അവരെ വാഷിംഗ് മെഷീനിൽ ക്ലീൻ ചെയ്യും. അവർ പിന്നെ ഭയങ്കര പരിശുദ്ധരായ നേതാക്കളായി മാറും. ആ ഒരു വാഷിംഗ് മെഷീൻ ലക്ഷ്യം വെച്ചാണ് സാബു ജേക്കബ് NDAയിലേക്ക് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം സാബു ജേക്കബ് BJPയിലേക്കോ അല്ലെങ്കിൽ NDAയിലേക്കോ മാറിയതുകൊണ്ട് കേരളത്തിൽ BJPക്ക് അങ്ങനെ വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് സാബു ജേക്കബിനെ പേടിപ്പിച്ച് NDAയിൽ എത്തിച്ചതല്ല, സാബു ജേക്കബ് പേടിച്ച് NDAയിലേക്കോ അല്ലെങ്കിൽ BJPയുടെ പാളയത്തിലേക്കോ പോയതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് കഴിഞ്ഞ 2014 ശേഷം നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ 25 പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളാണ് BJPയിൽ പോയത്. ആ 25 പേരും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസുകളിൽ പ്രതികളാണ്. ED കേസുകളിലായിക്കോട്ടെ, CBI കേസുകളിലായിക്കോട്ടെ. പല പേരുകളും ഇപ്പോൾ ജിമ്മിയും സ്മൃതിയും ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ്. അതിൽ പലരും എത്ര കോടികളുടെയാണ്. ഇപ്പോ ഈ അജിത് പവാറിന്റെ കാര്യമെടുത്താൽ തന്നെ 30,000 കോടി രൂപയുടെ അഴിമതിയാണ് അജിത് പവാറിനെതിരെയുള്ളത്. അതുപോലെ തന്നെ പ്രഫുൽ പട്ടേലിന്റെ പേരിലുള്ളത് 38,000 കോടി രൂപയുടെ എയർ ഇന്ത്യ അഴിമതി കേസാണ് പ്രഫുൽ പട്ടേലിനെതിരെയുള്ളത്. ആ കേസ് CBI പിൻവലിച്ചു. അതുപോലെ സുവേന്ദു അധികാരി ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ, അതുപോലെ ഹിമന്ത ബിശ്വാ ശർമ്മ എന്ന് പറയുന്നത് അസമിലെ തരുൺ ഗൊഗോയുടെ വലങ്കൈയായിരുന്നു. അസമിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന തരുൺ ഗൊഗോയുടെ വലങ്കൈയായിരുന്നു ഹിമന്ത് ബിശ്വാ ശർമ്മ എന്ന് പറയുന്നത്. 2016 ഹിമന്ത് ബിശ്വാ ശർമ്മ BJPയിൽ ചേർന്നതിന് പിന്നാലെ അന്ന് മാധ്യമപ്രവർത്തകർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് ചോദിച്ചു, അന്ന് BJP അധ്യക്ഷൻ കൂടിയായ അമിത്ഷായോട് ചോദിച്ചു, ഹിമന്ത ബിശ്വാ ശർമ്മയ്ക്കെതിരെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുണ്ട്, അവിടെ ജലവിതരണ പദ്ധതിയിലും അഴിമതി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ അഴിമതി കേസുകളിലൊക്കെ ഇനി അന്വേഷണം ഉണ്ടാവുമോ, ആ കേസൊക്കെ അവസാനിപ്പിക്കുമോ എന്ന് അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എല്ലാം അന്വേഷിക്കും, ശക്തമായ നടപടിയെടുക്കും എന്നൊക്കെയാണ് അമിത്ഷാ അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ എന്തുണ്ടായി? ഹിമന്ത ബിശ്വാ ശർമ്മ അസമിലെ ഏറ്റവും പവർഫുള്ളായ, ഇന്ന് BJPയിലെ ഏറ്റവും പവർഫുള്ളായ മുഖ്യമന്ത്രിയാണ്. ഹിമന്ത ബിശ്വാ ശർമ്മയെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മുക്ത വടക്കുകിഴക്കൻ സംസ്ഥാനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് BJP മുന്നോട്ട് പോകുന്നത്. ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ്, പേര് ഞാൻ പറയുന്നില്ല, BJPയിൽ ചേർന്ന ശേഷം ഇതുപോലെ BJPയെ നിയന്ത്രിക്കുന്ന ദേശീയ തലത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ കാണാൻ പോയപ്പോൾ ഒരു കഥയുണ്ട്. ഫണ്ട് വേണമെങ്കിൽ സംഘടിപ്പിക്കാം, അപ്പൊ ഫണ്ടൊന്നും സംഘടിപ്പിക്കേണ്ട, എത്ര ഫണ്ട് വേണമെങ്കിൽ അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞാണ് ആ നേതാവിനെ യാത്രയച്ചതെന്നാണ് BJPക്കുള്ളിലെ തന്നെ ഒരു കഥ. അപ്പൊ ഇതാണ് ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. BJPക്ക് പുറത്തു നിൽക്കുന്ന ഏതെങ്കിലും നേതാക്കൾ, അത് പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കളായിക്കോട്ടെ, എത്ര കോടി രൂപയുടെ അഴിമതി ആയിക്കോട്ടെ, അവർ BJPയിലെത്തിയാൽ ആ അഴിമതി കേസുകളെല്ലാം വാഷ് ഔട്ടായി പോവും. ആ അഴിമതി കേസുകളെല്ലാം അപ്രത്യക്ഷമാകും. അവരെല്ലാവരും പരിശുദ്ധ നേതാക്കളാകും, ഏറ്റവും ക്ലീൻ ഇമേജ് ഉള്ള നേതാക്കളാകും. അതാണ് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത്. നോക്കൂ, ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയുണ്ട്. ഈ MSME സെക്ടർ, പ്രത്യേകിച്ച് ചെറുകിട വ്യവസായ മേഖലകൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപാദന മേഖല കൃഷിയാണ്. രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ സെക്ടറാണ്. ഈ ടെക്സ്റ്റൈൽ സെക്ടറിൽ നമുക്കറിയാം GST നടപ്പാക്കിയതിനു ശേഷം വലിയ പ്രതിസന്ധിയാണ്. ഇന്ത്യയിലെ ഈ 2020 മുതൽ 2025 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏതാണ്ട് 75,000 MSMEകൾ പൂട്ടിപ്പോയിട്ടുണ്ട്. 7.5 ലക്ഷത്തിലധികം ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ ഇപ്പോൾ പൂട്ടിപ്പോകും എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സാബുവും ജേക്കബിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. കടുത്ത പ്രതിസന്ധിയാണ് ഈ MSME സെക്ടർ എല്ലാം നേരിടുന്നത്. സ്വാഭാവികമായും നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ വ്യവസായവുമായി മുന്നോട്ട് പോയാൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് സാബുവും ജേക്കബിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കേരളത്തിൽ UDFനെതിരെയും പിന്നീട് LDFനെതിരെയും ഒക്കെ തന്നെ ഒരു പരസ്യ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത്. യഥാർത്ഥത്തിൽ CSR പ്രോജക്റ്റ് ആയിരുന്നു അത്. അതിന്റെ ഭാഗമായി ഒരു പാർട്ടി തന്നെ ഉണ്ടാക്കുന്നു. ആ പാർട്ടി തന്നെ ഉണ്ടാക്കി അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ വെല്ലുവിളിക്കുന്നു. കേരളം വ്യവസായ സൗഹൃദമല്ല എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. നേരെ പോയത് തെലങ്കാനയിലേക്കാണ്. അവിടെ BRS എന്ന് പറയുന്ന പാർട്ടിക്ക് 25 കോടി രൂപയാണ് സംഭാവന നൽകിയത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊടുത്ത കണക്കാണ് കേട്ടോ. 25 കോടി രൂപയാണ് BRS എന്ന് പറയുന്ന പാർട്ടിക്ക് കിറ്റെക്സ്
സംഭാവനയായി നൽകിയത്. അപ്പോൾ അങ്ങനെ പണം കൊടുത്ത് ഓരോ നിക്ഷേപം നടത്താനുള്ള നീക്കം നടത്തുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചെറുകിട വ്യവസായ മേഖല എന്തുകൊണ്ടാണ് പ്രതിസന്ധിയിലായത്? അത് BJP സർക്കാരിന്റെ സാമ്പത്തിക നയം കൊണ്ടാണ്. ഈ സാമ്പത്തിക നയം കൊണ്ട് ഇന്ന് ആകെ ഗുണമുള്ളത് വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് മാത്രമാണ്. അദാനിക്കും അംബാനിക്കും പോലുള്ള വലിയ കമ്പനികൾക്ക് മാത്രമാണ് ഇന്ന് രാജ്യത്ത് നിലനിന്ന് പോകാൻ പറ്റുന്നത്. ചെറുകിട സംരംഭങ്ങളെല്ലാം പൂട്ടിപ്പോവുകയാണ്. ആ അർത്ഥത്തിൽ ആ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യവസായി എന്ന നിലയിൽ ആ ഒരു ഒറ്റുകാരന്റെ ഒരു സമീപനം കൂടിയാണ് സാബു ജേക്കബ് ഇപ്പോൾ NDAയിലേക്ക് ചേർന്നതിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി നോക്കിയാൽ അദ്ദേഹം എടുത്തിരിക്കുന്ന തീരുമാനം എന്നത് സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വ്യവസായവും അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു സംരക്ഷണം കവചമാകാൻ അദ്ദേഹത്തിന് BJPയുടെ സംരക്ഷണം വേണം, അല്ലെങ്കിൽ ദേശീയ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംരക്ഷണം വേണം, സർക്കാരിന്റെ സംരക്ഷണം വേണം. സ്വാഭാവികമായും ഇപ്പോ NDAയിൽ ചേരുന്നതാണ് ഗുണം. അപ്പോൾ NDAയിൽ ചേർന്നാൽ ഇപ്പോൾ ED നോട്ടീസ് വന്നു എന്ന് പറയുന്നു. അപ്പോൾ ED നോട്ടീസ് വന്നു എന്ന് സാബു ജേക്കബ് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചല്ലോ. അപ്പോൾ അതൊരു സാധാരണ നടപടിക്രമമാണെന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഈ മടിയിൽ കനമുള്ളവനല്ലേ ഈ പേടിക്കേണ്ട കാര്യമുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ സാബു ജേക്കബ് ഇപ്പോ NDAയിലേക്ക് ചേരുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ടാകും. അതുകൊണ്ട് ഇപ്പോ കഴിഞ്ഞ 2014 ശേഷം BJPയിലേക്കോ NDAയിലേക്കോ പോയ നേതാക്കളൊക്കെ തന്നെ പിന്നീട് ക്ലീൻ ഇമേജുള്ള നേതാക്കളായി മാറിയതുപോലെ സ്വാഭാവികമായും ഇദ്ദേഹത്തിനും അങ്ങനെ മാറാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അല്ലാതെ രാഷ്ട്രീയമായി സാബു ജേക്കബിനെ കൂടെ നിർത്തിക്കൊണ്ട് BJPക്ക് എന്ത് നേട്ടമാണ് കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുക? ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എറണാകുളത്ത് ഒരു ചെറിയ പ്രദേശത്ത് കുറച്ച് വോട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയും എന്നതിനപ്പുറത്ത് BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ മുന്നേറാൻ സാബു ജേക്കബിന്റെ എന്തെങ്കിലും പിന്തുണ കൊണ്ട് സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഇത് സാബു ജേക്കബിനെ പേടിപ്പിച്ച് NDAയിലേക്ക് കൊണ്ടുവന്നതല്ല. മറ്റു പല സംസ്ഥാനങ്ങളിലെയും പോലെ ഇത് അദ്ദേഹം പേടിച്ചു പോയി NDAയിൽ ചേർന്ന ഒരു സാഹചര്യമാണ്. അവിടെ രണ്ട് വിഷയമുണ്ട്. ഒരു സ്വന്തം സെക്ടറിലുള്ള, സ്വന്തം MSME സെക്ടറിലുള്ള മറ്റ് വ്യവസായികളെയൊക്കെ തന്നെ ഒറ്റുകൊടുത്ത ഒരു വ്യവസായി കൂടിയായി സാബു ജേക്കബ് ഇവിടെ മാറുകയാണ്. മാത്രമല്ല ഇവിടെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടുള്ള മുഴുവൻ ആളുകളോടും ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ വഞ്ചന കൂടിയാണ്. വലിയൊരു രാഷ്ട്രീയ നയമൊന്നും മുന്നോട്ട് വെച്ചുകൊണ്ടെന്നല്ല, അരാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് സാബു ജേക്കബ് കേരള രാഷ്ട്രീയത്തിൽ ഒരു മുന്നോട്ട് വരാനൊക്കെ തന്നെ ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമൊന്നും വലിയ തോതിൽ വിജയിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ചെറിയ പ്രദേശത്ത് അദ്ദേഹം പണം കൊടുത്ത് നിർത്തിയിട്ടുള്ള കുറെ ആളുകൾ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു എന്നതിനപ്പുറത്ത് വലിയൊരു പിന്തുണയൊന്നും അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റമൊന്നും അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഈ ഏറ്റവും ഒടുവിലത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ തന്നെ, അതിന്റെ ഫലം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അസംബ്ലിയിലൊക്കെ തന്നെ കുറച്ച് വോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കേരളത്തിൽ എന്ത് മുന്നേറ്റമാണ് സാബു ജേക്കബിലൂടെ BJPക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഇത് അദ്ദേഹം പേടിച്ചു പോയി BJPയിൽ ചേർന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് മറയ്ക്കാൻ കുറെ കാര്യങ്ങൾ ഉണ്ടാകും. അതിന്റെ ഒരു സംരക്ഷണത്തിന് BJPയെ പോലെ NDA പോലെ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ മറ അദ്ദേഹത്തിന് അത്യാവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ തന്ത്രപരമായ ഒരു സമീപനം സ്വീകരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. കേരളത്തിലാണെങ്കിൽ BJPയിലേക്ക് ആര് വന്നാലും വരട്ടെ എന്നതാണ് BJPയുടെ നിലപാട്. ഇപ്പോ NDA സഖ്യകക്ഷിയായ രാംദോസ് അത്താവലെ പിണറായി വിജയനത്തിന് NDAയിലേക്ക് വിളിക്കുകയാണ്. അതാണ് അവരുടെ ഒരു സമീപനം എന്ന് പറയുന്നത് കേരളത്തിൽ എന്ന് പറയുന്നത്. അപ്പം ആ നിലയിൽ ആര് വന്നാലും വരട്ടെ എന്നതാണ് BJPയുടെ കേരളത്തിലെ നിലപാട്. പക്ഷെ രാഷ്ട്രീയമായി എന്തെങ്കിലും ഗുണം BJPക്ക് ഇതുകൊണ്ട് ഉണ്ടാകില്ല. അത് ഗുണം ഉണ്ടാവുന്നത് സാബു ജേക്കബിന് മാത്രമാണ്. Meet the editors.